ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോമൻ മീൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഒരു ഡെസേർട്ട് ആണ്. ഇപ്പൊ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരികയല്ലേ, അപ്പൊ ഇതൊരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് നമ്മളൊരു ഡെസേർട്ട് ആവാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇന്ന് എല്ലാവർക്കും അറിഞ്ഞ സംഭവം തന്നെയാണ് ഇത്. ഇളനീർ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു ഡെസേർട്ട് കൂടിയാണ്. നമ്മൾ ലഞ്ചിന് ക്രിസ്മസ് സമയത്തോ ന്യൂ ഇയർ സമയത്തോ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് ലഞ്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പൊ ഇതിൽ പ്രത്യേകം കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ റെസിപ്പിയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ നോക്കുക, നിങ്ങളുടെ വീട്ടിൽ ഈ ഡെസേർട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഇളനീർ പായസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. അതിനാദ്യം വേണ്ടത് 1/2 ലിറ്റർ പാല്, 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. അതായത് ആദ്യത്തെ പാൽ രണ്ടാം പാൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു ഫുൾ കപ്പ് ഇളനീരിനകത്ത് ഒരു തേങ്ങ ഉണ്ടാകുമല്ലോ, സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങയാണ് ഇളനീർ തേങ്ങ. പിന്നെ കാഷ്യൂനട്ട്, പിന്നെ 1/2 കപ്പ് ഷുഗർ, പിന്നെ ഒരു ഫുൾ ഗ്ലാസ് ഇളനീരിന്റെ വെള്ളം. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്കിത് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ 1/2 ലിറ്റർ പാല് വേണം ഈ പായസത്തിന്. ഞാൻ ഈ 1/2 ലിറ്റർ പാലില് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കാച്ചി വെച്ചിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് പാൽ 1/2 ലിറ്ററിന് കുറച്ച് റെഡ്യൂസ് ആകണം, കൂടുതൽ റെഡ്യൂസ് ആകണ്ട, എന്നാലും ഈ ക്വാണ്ടിറ്റി കുറച്ച് കമ്മിയാണ്. അപ്പൊ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായി തിളപ്പിച്ച് ആറിയ പാലാണ് ഇത്. 1/2 ലിറ്റർ പാല് ഞാൻ ഒന്നുകൂടി പറയാം. 1/2 ലിറ്റർ പാലില് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട്, നിങ്ങൾ മധുരം ആവശ്യത്തിന്, ചിലർക്ക് കുറവായിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുക, അതിനനുസരിച്ച് നോക്കി പാല് കാച്ചുമ്പോൾ തന്നെ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഈ പാലിന്റെ ലെവൽ ഒന്ന് കുറയുന്നത്, ഒന്ന് ചെറുതായിട്ട് കുറുക്കി എടുക്കണം. എന്നിട്ട് ആറാൻ വെക്കണം. ആറിയതിനു ശേഷമേ നമുക്ക് ഈ പായസം പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. നമ്മൾ ഈ കോക്കനട്ട് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ഇളനീർ തേങ്ങ, ഇതില് ഞാനൊരു 2 വലിയ സ്പൂൺ ഇളനീർ തേങ്ങ മിക്സിനകത്ത് ഇട്ടു. എന്നിട്ട് കുറച്ച് ഇളനീരിന്റെ വെള്ളവും അതിൽ ഒഴിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണേ. അരച്ചെടുത്തിട്ട് നമുക്കിത് പാലിൽ ചേർത്താം. ഇപ്പൊ നമ്മള് ഇളനീർ തേങ്ങയും ഇളനീരും കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ട് നന്നായി ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ആറിയിരിക്കുന്ന പാല്, നമ്മൾ കാച്ചി പഞ്ചസാരയൊക്കെ ഇട്ട് കാച്ചി ആറ്റിയെടുത്തിരിക്കുന്ന ഈ പാലില് ചേർക്കാൻ പോണം. അടുപ്പ് കത്തിക്കുന്നില്ല കേട്ടോ, ഞാൻ വെറുതെ ഗ്യാസിന് പുറത്ത് വെച്ചിരിക്കുകയാണ്. അടുപ്പ് കത്തിക്കുന്നില്ല. ഇനി ഒരിക്കലും അടുപ്പ് കത്തിക്കരുത്, കാരണം ഇത് നമ്മൾ തണുപ്പോടെ കഴിക്കാനുള്ള ഒരു ഡെസേർട്ടാണ്. അതുകൊണ്ട് ഇനി ഇത് ചൂടാക്കാൻ പാടില്ല. നമ്മളത് ഇതിനകത്ത് ഒഴിച്ചു. നമ്മുടെ ഇളനീരിന്റെ ഫ്ലേവർ ഇതിനകത്ത് നന്നായി ഒന്ന് അബ്സോർവ് ആകും. അടുത്ത് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇളനീര് കുറച്ച് മാത്രമേ നമ്മൾ അരക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറച്ച് വെള്ളം ഉണ്ട്. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി, അതായത് പായസം കുറച്ച് വെള്ളം പോലെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇളനീർ വെള്ളം ഒഴിക്കാം. പ്ലെയിൻ വെള്ളം അല്ല കേട്ടോ, ഇളനീർ വെള്ളമാണിത്, ഇളനീരിന്റെ വെള്ളമാണ്. ഞാന് കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതിൽ ഞാൻ ആദ്യമേ ഈ പാല് കാച്ചുമ്പോൾ തന്നെ ഷുഗർ ഇട്ടിട്ടുള്ളത് കൊണ്ട് അപ്പം മധുരം നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം നോക്കിയിട്ട് ഇടാം. ഇപ്പോ നമ്മളിത് വെറുതെ ഒന്ന് ഇളക്കി കൊടുത്തിരിക്കുകയാണ്, ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഇളനീർ തേങ്ങ കുറച്ച് അരയ്ക്കാൻ എടുത്തു, ബാക്കി കുറച്ചായി പൾപ്പ് ഉണ്ടാകുമല്ലോ. അപ്പൊ അതിന് നമ്മൾ എന്തെയാന്ന് വെച്ചാല് ഡയറക്റ്റ് ആയിട്ട് ഇതിലിടാം. ഇതാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ പറ്റുന്ന സാധനം നമ്മൾ പായസം കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ വെറും പാല് കുടിച്ച പോലെ ആവും. ഇപ്പൊ നമ്മളെ ഇളനീർ തേങ്ങന്റെ പീസസ് ഒക്കെ ഇതിനകത്ത് ഇടാണ്. കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇടാം, നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അതിനനുസരിച്ച് കൂട്ടാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇളനീരൊക്കെ ഇട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഞാനിപ്പോ കാഷ്യൂനട്ട് മാത്രമേ ഇടുന്നുള്ളൂ. ഈ കാഷ്യൂനട്ട് നമ്മൾ നെയ്യിൽ വറുക്കൊന്നും വേണ്ട കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നെയ്യിൽ വറുത്തിട്ട് ഇടാനുള്ള താല്പര്യമില്ല. ഇത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ അതിന്റെ നെയ്യിടുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഫ്ലേവറിൽ ചെറിയൊരു മാറ്റം വരും. അപ്പൊ ഞാൻ കാഷ്യൂനട്ട് ഡയറക്റ്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ചിലർക്ക് ഏലക്കായുടെ പൊടി ഇട്ടാൽ കുറച്ചുകൂടി ഇഷ്ടപ്പെടും, മണം ഒന്ന് മാറാൻ വേണ്ടി.
അങ്ങനെ ഇടാൻ താല്പര്യമുള്ളവർക്ക് അതിടാം. ഇവിടെ ഏലക്കായ ഇടയ്ക്ക് വെച്ച് കടിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതും ഇടുന്നില്ല. ഇതൊരു പ്ലെയിൻ, അതിന്റെ ഇളനീരിന്റെ ഒരു ഒത്തന്റിക് ആയിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏലക്കായുടെ പൊടി ഇടാം. പിന്നെ വേറെ പിസ്താഷ്യോ, ആൽമണ്ട്സ് അങ്ങനത്തെ നട്ട്സും ഇതിൽ ചേർത്തിടാം. അപ്പൊ ഞാൻ ഇവിടെ കാഷ്നട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു തണുപ്പുള്ള ഡെസേർട്ടാണ്, ചൂടോടെ കഴിക്കാൻ പറ്റുന്നതല്ല. മാത്രമല്ല ഇത് അപ്പൊ തന്നെ തീർക്കണം. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്തിന്റെ നമ്മൾ ഇത് എടുത്തു വെച്ച് കഴിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നമ്മളിത് അങ്ങനെ കുക്ക് ചെയ്യുന്നില്ല, പാല് മാത്രമേ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഉച്ച സമയത്ത് നല്ലൊരു ഡെസേർട്ടാണ്, ലഞ്ചിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. ഇപ്പൊ നമ്മുടെ ഇളനീർ പായസം റെഡിയായി. അപ്പൊ ഞാൻ വീണ്ടും ചില കാര്യങ്ങൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. പാല് ഒന്ന് നന്നായി കുറുക്കിയെടുക്കുക, കൂടുതലല്ല കുറുക്കിയെടുക്കുക. അല്ല കുറെ നേരം കുറുക്കിയെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. അപ്പൊ പാല് കുറച്ച് നമുക്ക് കുറുകി വരുന്നതാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ടേസ്റ്റ് മാറും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പാലിൽ ഇങ്ങനെ വെറുതെ ഒന്ന് പഞ്ചസാര ഇട്ട് കുറുക്കിയെടുക്കാം. പിന്നെ നമ്മളെല്ലാം ഒരിക്കലും പാല് നന്നായി ചൂടാറിയതിന് ശേഷമേ നമ്മൾ ഇളനീർ ഇതിൽ ഒഴിക്കാവൂ. അതിന് ഇളനീരും ബാക്കിയുള്ള കാര്യങ്ങളും എന്താ പറയാ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ ഒരിക്കലും ചൂടാക്കരുത്. ഞാൻ വെറുതെ ഗ്യാസിന്റെ മേലെ വെച്ചിട്ടുന്നുള്ളൂ. നമ്മൾ ഡയറക്റ്റായി ഇട്ടിട്ട് ഡയറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്, പായസമാണ്. ഒരിക്കലും ഇനി ചൂടാക്കി എടുക്കരുത്. അപ്പൊ നമ്മളുടെ ഇളനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ പായസത്തിന്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്കും ഷെയർ ചെയ്യൂ. അവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ വീണ്ടും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.